അടുത്ത ആഗ്രഹം പറ. അതെ ഗൈസ്, ഞങ്ങളിപ്പോൾ മക്ഡൊണാൾഡ്സിലാണ്. അതെ, എങ്ങനെയായിരുന്നു ബർത്ത്ഡേ? ഹലോ ഗൈസ്, സോ ഇന്ന് നമ്മുടെ നീരുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് എന്തൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് ഈ അവൾ എന്ത് പറഞ്ഞാലും നമ്മളിന്ന് സാധിച്ചു കൊടുക്കും. അവൾ സ്പെഷ്യൽ ഡേ അല്ലേ, അപ്പോൾ എന്ത് ചെയ്യണ്ടേ? ഓക്കെ, എവിടെ കഴിക്കണ്ടേ? ഉടുപ്പില്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉടുപ്പി കഴിക്കാൻ പോണേ. അതാണ് നമ്മൾ ഫസ്റ്റ് ആഗ്രഹം പറഞ്ഞത്. അപ്പം രാവിലെ തന്നെ കുറേ കോൾസ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേ അല്ല, അപ്പം എല്ലാവരും വിഷു പറയാനും വീഡിയോ കോളൊക്കെ വിളിക്കണമായിരുന്നു. ബിസി കാളായിരുന്നു കേട്ടോ. നീരും ബ്രേക്ക്ഫാസ്റ്റിന് ഓർഡർ ചെയ്തത് മസാല ദോശ കോമ്പായിരുന്നു കേട്ടോ. അതിൽ മസാല ദോശയുണ്ട്, വടയുണ്ട്, കേസരി ഉണ്ട്, ഉപ്മാവ് ഉണ്ടല്ലോ. നല്ലൊരു കോമ്പയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഉടുപ്പിന്ന്. അടുത്ത് നമുക്ക് എന്താഗ്രഹം ചോദിക്കാം. എന്താ വേണ്ടേ? ത്രെഡ് ചെയ്യാൻ പോകണം. ഓക്കെ, സോ അവൾക്ക് ത്രെഡ് ചെയ്യാൻ പോകണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്യൂട്ടി പാർലർ പോയിട്ട് ത്രെഡ് ചെയ്യാം. പിന്നെ അവിടെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് വേറെ ചെയ്യാം. ഓക്കെ, നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. മഴ ഉണ്ടായിരുന്നില്ല, വെയിലുണ്ടായിരുന്നില്ല. സോ ലൈക്ക് ഒരു മൂഡി എഫക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നന്നായി. സോ ഗൈസ്, ബ്യൂട്ടി പാർലർക്ക് പോകണം. അപ്പോൾ ഞങ്ങൾ പോയത് കമ്മനാളിയിലുള്ള സ്റ്റുഡിയോ ലെവൽ ബ്യൂട്ടി പാർലർക്കാണ് പോയത്. നീരുവിന് ഇഷ്ടമുള്ള ബ്യൂട്ടി പാർലറാണ് കേട്ടോ. അത് കമ്മനാളിയിൽ ഭാഗത്താണ് വരുന്നത്. കമ്മനാളി നിയർ ടു പോളാർ ഐസ്ക്രീം പറഞ്ഞ അവിടേക്കാണ് ഇത് വരുന്നത്. സോ ഇത് രാവിലെ ഒരു 11 മണിക്കാണ് ഓപ്പൺ ആവുക. ഞങ്ങൾ കറക്റ്റ് 11:06 സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത്. സോ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. വന്നപ്പോൾ കുറച്ച് പോസ്റ്റായി, അങ്ങനെ ആൾക്കാരൊക്കെ വരാൻ കുറച്ച് നേരം അധികം പോസ്റ്റ് ആയിക്കൊണ്ട് അവിടുത്തെ മെനു കാർഡ് ഇരുന്ന് നോക്കിയിട്ടു. കുറച്ച് നൈസ് വിലയുള്ള സംഭവം. അങ്ങനെ എംപ്ലോയി വന്നിട്ടായിരുന്നു. എന്നിട്ട് നീരുവിനെ ത്രെഡ് ചെയ്യാൻ കൊണ്ടുപോയി. ഒരു 10-15 മിനിറ്റ് എടുത്തോളം ത്രെഡ് ചെയ്യാൻ, ഫുൾ ത്രെഡ് ചെയ്യാൻ 10-15 എടുത്തോളം. അവൾ ഉള്ളിൽ പോയി അതുപോലെ തിരിച്ച് വന്ന സമയം അറിയില്ല. എന്നിട്ട് ത്രെഡ് ചെയ്ത് ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു, നല്ല സർവീസ് ആയിരുന്നു. പിന്നെ എന്തെങ്കിലും വേറെ ചെയ്യണേ ചോദിച്ചു. അപ്പോൾ അവൾ വേണ്ടത് പറഞ്ഞത് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ നമ്മൾ ക്യാഷ് അടച്ചിട്ട് നമ്മൾ അടിയിലേക്ക് ഇറങ്ങി. സോ ഗൈസ്, പാർലറൊക്കെ പോയി. ഇനി എന്ത് ചെയ്യണ്ട നമുക്ക്? പറ, എന്തായാലും പാർലറൊക്കെ പോയതല്ലേ, ഇനി അതെന്നാ ഗിഫ്റ്റ് കിട്ടിയാലോ? ഓക്കെ, സോ ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ അവൾ ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞേ. ഇതായിരുന്നു ഗൈസ് ഞാൻ കൊടുത്ത ഡ്രസ്സ്. സ്മോൾ ഗിഫ്റ്റാണ്, എന്നാൽ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റാണ്. അല്ലേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ നീരൊരു ഡ്രസ്സൊക്കെ മാറി വന്നു. ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഡ്രസ്സ്. ഓക്കെ, സോ ഇനി അടുത്ത ആഗ്രഹം തൊട്ടാ സിനിമയ്ക്ക്. ഏത് സിനിമയ്ക്കാണ്? ഓക്കെ, സോ നീരുവിൻ്റെ പടക്കള കാണണം. അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോകണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വന്നേക്കേണ്ട കിനോ സിനിമോസാണ്. അപ്പോൾ നീരുവിൻ്റെ സിനിമ കാണാൻ പറഞ്ഞിട്ട് ഞങ്ങൾ സിനിമ തിയേറ്ററിൻ്റെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഉള്ളിൽ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു, നല്ലൊരു കളർഫുൾ സംഭവം. ഞങ്ങൾ സാധാരണ സിനിമയ്ക്ക് പോകുമ്പോൾ ലേറ്റായിട്ട് എത്താറ്, കാരണം ബാംഗ്ലൂർ ട്രാഫിക് കഴിഞ്ഞിട്ട്. പക്ഷേ ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ എത്തി, കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഞങ്ങൾ നേരത്തെ എത്തി. അതുകൊണ്ട് കുറച്ച് നമുക്ക് ഫസ്റ്റ് സീൻസൊക്കെ കാണാൻ പറ്റിയിട്ട് സിനിമ, ഇല്ലെങ്കിൽ പതിവ് കാണാറൊന്നും ഉണ്ടായില്ല. സോ സിനിമയൊക്കെ തുടങ്ങിയ സിനിമ അടിപൊളിയായിരുന്നു കേട്ടോ. പടം നല്ല ഫൺ റൈഡായിരുന്നു, അടിപൊളി പടമായിരുന്നു. സോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. അങ്ങനെ മഴയത്തായി ഗൈസ്, എന്താ ചെയ്യുക? അടുത്ത ആഗ്രഹം പറ. അതെ ഗൈസ്, ഞങ്ങളിപ്പോൾ മക്ഡൊണാൾഡ്സിലാണ്. അതെ, എങ്ങനെയായിരുന്നു ബർത്ത്ഡേ? അങ്ങനെ നീരു ഓർഡർ ചെയ്യാൻ തുടങ്ങി. നീരു വാങ്ങിച്ചത് ഗ്രിൽഡ് ബർഗർ ചിക്കനാണ്. പിന്നെ മിക്സ്ഡ് ഫ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കൂടാതെ ചോക്ലേറ്റ് ഫ്രാപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചിക്കൻ റാപ്പ് വാങ്ങിച്ചു, പ്ലസ് ഒരു ഐസ്ക്രീം കൂടി വാങ്ങിച്ചു. സോ ഗൈസ്, സിനിമ ഒക്കെ കണ്ടു, ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ കുറച്ച് നേരം പാർക്കിൽ പോയിരിക്കും, ഫ്രീ ടൈം, കുറച്ച് റെസ്റ്റൊക്കെ. ഞങ്ങൾ ഫസ്റ്റ് ബാംഗ്ലൂർ എത്തിയപ്പോൾ നീരിൻ്റെ ഓഫീസ് ഈ ബാന്തി പാർക്കിൻ്റെ അടുത്തായിരുന്നു. സോ ഈവനിങ് ഒക്കെ ഞങ്ങൾ വന്നിട്ട് ഇവിടെ ഇരിക്കും, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യും. സോ നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു. സോ ഇതാണ് ഞങ്ങളുടെ സ്മോൾ കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.